അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. വ്യാഴം ഇവർക്ക് 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ പ്രവർത്തന ശേഷി മെച്ചപ്പെടും. അവരുടെ പ്രവർത്തനങ്ങളിൽ നല്ല ഫലം കാണാൻ ജോലി ചെയ്യുന്നവർക്കോ ബിസിനസ് ചെയ്യുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഔന്നത്യം, പ്രവർത്തനത്തിൽ ഔന്നത്യം ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുമൊക്കെ അംഗീകാരം ലഭിക്കാൻ അനുകൂലമായിട്ടുള്ള കാലമാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളും കുറച്ച് കൂടി വരുന്നതായിട്ട് കാണാം. നമ്മുടെ കരിയറിലൊരു മുന്നേറ്റം ആഗ്രഹിച്ചവർ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചവർക്ക് ഇപ്പോൾ അത് കിട്ടാനുള്ള ഈ കാലമാണ്. ഈ ആഴ്ച അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വരുമാനം സംബന്ധിച്ചും അവർക്ക് സാമ്പത്തികമായിട്ട് മെച്ചം തന്നെയാണ്. ദീർഘകാലമായിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ധന വിനിയോഗം ആലോചിച്ച് ചെയ്യാം. അതിൽ ചില നഷ്ടങ്ങളും സംഭവിച്ചേക്കാം. എന്നാൽ ലോങ് ടേം ആയിട്ടുള്ള ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ, ഭാര്യയുടെ അഥവാ ഭർത്താവിൻ്റെ പിന്തുണ ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് പ്രവർത്തന മണ്ഡലം വികസിക്കുന്നു എന്നുള്ളതുകൊണ്ട്, പ്രവർത്തനത്തിൻ്റെ ക്വാണ്ടിറ്റി വലുതാവുന്നു എന്നുള്ളത് കൊണ്ടും കൂടുതൽ എക്സേർഷൻ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടുണ്ടാകുന്ന ശാരീരിക ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് വേണ്ടത്ര വിശ്രമം എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പരിഹാരമായിട്ട് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ലളിതാ സഹസ്രനാമം ജപിക്കുക അഥവാ അതുപോലുള്ള മന്ത്രങ്ങൾ നിത്യേന ഉപാസിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകാൻ നല്ലതാണ്.